ഈ കലാപം 2002, 2003 കാലങ്ങളിലൊക്കെയാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ആരുടെ കൂടെയാണ്? മൂല്യം നോക്കിയിട്ട് CPM-ൻ്റെ കൂടെയാണ്. വളരെ ക്ലിയർ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം കൂടിയാണ് കലാപം ഉണ്ടാക്കിയെന്ന് പറയേണ്ടി വരുന്നു. ഈ ആഭ്യന്തരമന്ത്രി മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവുമെന്നാണ് ചിലർ പറഞ്ഞത്. ഉപമുഖ്യമന്ത്രി പദം CH-ഉം നഹാസ് സാഹിബൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ സംഭവിച്ചതാണ്. ചരിത്രത്തിൽ പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ ചരിത്രത്തിലോ പാരമ്പര്യത്തിലോ വർഗീയത പറയുകയോ അതല്ലെങ്കിൽ തീവ്രവാദത്തിന് വേണ്ടി നിലകൊള്ളുകയോ ചെയ്ത ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കുന്നത് മുസ്ലിങ്ങളല്ല എന്ന് കൃത്യമായ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ അവർ ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് എന്ന തെറ്റിദ്ധാരണയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങളൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തും, ഇവിടുത്തെ ന്യൂനപക്ഷ വർഗീയതക്കെതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടും. അവിടെയാണ് നേരത്തെ ഉള്ള ചോദ്യം. അതായത് ഞങ്ങൾ വേറെ ടീം കൂടെ വല വിരിച്ചിരിക്കുന്നുണ്ട്. നമസ്കാരം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും കൈകാര്യം ചെയ്യുക എന്ന ഒരു വലിയ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് CPM-ൻ്റെ മുതിർന്ന നേതാവായ AK ബാലൻ. അത് എത്രത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രസ്താവനയാണ് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. നമ്മൾ ഇതുപോലത്തെ ഒരു പ്രസ്താവന മുമ്പ് ഗുജറാത്തിൽ നിന്നാണ് കേട്ടത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അഹമ്മദ് പട്ടേൽ ആയിരിക്കും മുഖ്യമന്ത്രി. അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി അവിടെ ആ പ്രസ്താവനയ്ക്ക്. അഹമ്മദ് പട്ടേൽ ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് പ്രശ്നമാണ്. അഹമ്മദ് പട്ടേൽ മുസ്ലിമാണല്ലോ. അപ്പോൾ കോൺഗ്രസ് വന്നാൽ അവിടെ മുസ്ലിം ആയിരിക്കും. അതിൻ്റെ വേറൊരു വേർഷനാണ് AK ബാലൻ ഇന്നിവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കിട്ടിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റിൽ അവർ എണീറ്റ് വന്നിട്ടില്ല. അവരിപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെ വർഗീയമായി വിഭജനം ഉണ്ടാക്കിയിട്ട് ലാഭമുണ്ടാക്കാം എന്ന് തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു ഗുരുതരമായ സംഗതിയും പറഞ്ഞു. മാറാട് കലാപം ആവർത്തിക്കപ്പെടുമെന്ന്. മാറാട് കലാപം മലയാളികൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു ഒരു ഇഷ്യൂ ആണ്. അങ്ങനെയൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുകയാണ്. എങ്ങനെയാണത് കേരള സമൂഹം എങ്ങനെയാണ് ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, UDF അധികാരത്തിൽ വരും എന്ന് ഏകദേശം ബാലൻ ഉറപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ CPM-മാർ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി അധികാരത്തിൽ വന്നാൽ അത് സംഭവിക്കും, വന്നാൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളൊന്ന് പേടിപ്പിക്കാം എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ കൂടിയാൽ കലാപങ്ങളുണ്ടാകും. അതാണ് രണ്ടാമത് പറഞ്ഞു വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ മറാട് കലാപമാണ് അദ്ദേഹം സൂചിപ്പിച്ചൊരു കലാപം. ഈ കലാപം 2002, 2003 കാലങ്ങളിലൊക്കെയാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ആരുടെ കൂടെയാണ്? മൂല്യം നോക്കിയിട്ട് CPM-ൻ്റെ കൂടെയാണ്. വളരെ ക്ലിയർ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം കൂടിയാണ് കലാപം ഉണ്ടാക്കിയെന്ന് പറയേണ്ടി വരും നമ്മൾ. അതായത് ബാലൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി കൂടെ കൂടിയാൽ കലാപം ഉണ്ടാവും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആരുടെ കൂടെ കൂടി? CPM-ൻ്റെ കൂടെ കൂടി. അപ്പോൾ കലാപം ഉണ്ടായി. അപ്പോൾ ഇനി UDF-ൻ്റെ കൂടെ കൂടിയാൽ ഇനിയും കലാപം ഉണ്ടാവും. ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിലക്കും യോജിക്കാനാവാത്ത ഒരു ഡാർക്ക് ഹ്യൂമർ, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ സത്യത്തിൽ ഈ മാറാട് കലാപത്തെ ഈ ഒരു നിലക്കും ചർച്ച ചെയ്യപ്പെടാൻ സാഹചര്യമില്ലാത്തൊരു സാഹചര്യത്തിൽ മാറാട് പോലെയുള്ള കേരളം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറേയധികം സംഭവങ്ങളുണ്ട്. അതിൽ ഒന്നാണ് മാറാട് കലാപം. ആ മാറാട് കലാപത്തെ അനാവശ്യമായിട്ട് വലിച്ചഴച്ച ആൾ ആരായിരുന്നു? വെള്ളാപ്പള്ളിയായിരുന്നു. അതായത് വെള്ളാപ്പള്ളിയാണ് മാറാട് കലാപത്തെ ഈ അടുത്ത് വലിച്ചഴിച്ചത്. വെള്ളാപ്പള്ളിക്ക് ശേഷം അത് ബാലൻ ഏറ്റെടുത്തു. അപ്പോൾ വെള്ളാപ്പള്ളി, ബാലൻ, ഇപ്പോൾ കുറച്ചു കാലം വിജയരാഘവനായിരുന്നു ഈ പണി. ഇപ്പോൾ ആ പണി തൽക്കാലം ഓഫ് ചെയ്തിട്ട് വെള്ളാപ്പള്ളി കളം നിറഞ്ഞ് ആടുന്നത് കൊണ്ട് ഏറ്റെടുത്തു. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി PC ജോർജിന് പോലും സ്പേസ് ഇല്ലാതാ. ഇവരൊക്കെ പറയാൻ തുടങ്ങിയിട്ട് PC ജോർജ് പറയും ഇത് ഞാൻ പറയേണ്ടതാണ്, നിങ്ങൾ പറയേണ്ടതല്ല എന്ന് പറയും. അതാണ് സിറ്റുവേഷൻ. അതായത് പച്ചക്ക് വർഗീയത പറയാം. ഇത് വർഗീയതയാണ്
പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു തൊഗാഡിയോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും RSS നേതാവോ തില്ലങ്കേരി എന്ന് പറയുന്നതല്ല. ഇത് ബാലൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയണം. ഈ സ്റ്റേറ്റ്മെൻറ്റിനെയൊക്കെ ആഘോഷിക്കുന്ന ആരാണ്? RV ബാബു, ശശികല, ഇവരൊക്കെ ഇത് ആഘോഷിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് തന്നെയാണ് ഇവരും പറയുന്നത്. ഇവിടുത്തെ വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ അപകടം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള പിന്നെ ഒരുപാട് ആളുകൾ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ലൈനിലേക്ക് മാറുന്നു. കാരണം പാർട്ടി പറയുന്നത് അവർ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു പഞ്ചായത്ത് പോലും ഭരിക്കാൻ ശേഷിയില്ലാത്തൊരു സംഘടന. എനിക്ക് മാക്സിമം ഒരു കൂട്ടിലങ്ങാടിയിൽ എവിടെയോ 3-4 സീറ്റാണ് മാക്സിമം കപ്പാസിറ്റി. പിന്നെ മുക്കം മുനിസിപ്പാലിറ്റി 2 സീറ്റാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ 70-ലധികം സീറ്റുകൾ ആണ്. അതും ഇടതുപക്ഷത്തിൻ്റെയും UDF-ൻ്റെയും കൂടെ നിന്നിട്ട്. അതായത് ഇവർ പറയും UDF-ൻ്റെ കൂടെ ആണ് ജമാഅത്തെ ഇസ്ലാമിന്ന്. പക്ഷേ എത്രയോ സ്ഥലങ്ങളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് ജമാഅത്തെ ഇസ്ലാമി ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വളരെ ചെറിയൊരു, അതായത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, അതുകൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിനകത്തും ഒരു ന്യൂനപക്ഷം, അതായത് ഇവിടുത്തെ ഏറ്റവും പ്രബലമായ സംഘടനകൾ സുന്നി സമസ്ത സംഘടനകളാണ്. ഈ സുന്നി സംഘടനകൾ, മുജാഹിദ് സംഘടനകൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രബലമായിട്ടുള്ള മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അവർക്കിടയിൽ വളരെ ചെറിയൊരു ന്യൂനപക്ഷം ഇതിനെ ഉയർത്തിക്കാട്ടിയിട്ട് ഇതെന്തോ ഒരു അപകടം വരുത്താൻ പോകുന്നത് ഒരു വലിയൊരു ബോംബാണ് എന്ന് പിന്നെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ. ഈ മാറാട് കലാപത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. മാറാട് കലാപത്തിലെ പ്രതികളിൽ 213 പേർ RSSകാരാണ്. അതിനകത്ത് 78 പേർ CPMകാരാണ്. ഇപ്പോൾ അബൂബക്കർ എന്ന് പറയുന്ന ഒരു CPMകാരനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ആദ്യത്തെ 1-ാം മാറാട് കലാപത്തിൽ മരിച്ച 2 പേരുടെ ഖബറുകൾ കുഴിക്കുന്ന സമയത്ത് അദ്ദേഹം ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യാം. അതിൻ്റെ പ്രതികാരമായിട്ടാണ്, ഒരു CPMകാരൻ കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരമായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കലാപം ഉണ്ടാകുന്നത്. അവിടെ പ്രതികാരമാണ് സംഭവിച്ചത്. 2-ാം മാറാട് കലാപം അങ്ങനെ തന്നെയാണല്ലോ, ഇവരെ റിലേറ്റീവ്സ്. അതെ, ഇതിൻ്റെ റിലേറ്റീവ്സ് നടത്തിയ ഒരു പ്രതികാര നടപടി, അത് പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു അന്താരാഷ്ട്ര ബന്ധത്തിലേക്കും ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു കലാപം, അതായത് എന്താ പറയുക, ഒരു ഭീകരാക്രമണം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ആരാണ്? ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികളും അതുപോലെ തന്നെ ഇവിടുത്തെ സംഘപരിവാറും. അതേ ഭാഷയിൽ അതിനെ ഏറ്റെടുക്കുകയാണ് ആര് ചെയ്യുന്നത്? CPM ചെയ്യുന്നത്. അതായത് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു എലമെൻ്റായിട്ട് ഈ മാറാട് കലാപത്തെ ഏറ്റെടുക്കുകയും അതിനകത്ത് ജമാഅത്ത് ഇസ്ലാമിയെ ആവശ്യമില്ലാതെ കുത്തിത്തിരിക്കുകയാണ്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാരനായിട്ടുള്ള ഒരു പ്രതി പോലും മാറാട് കലാപത്തിലില്ല. അവിടെ CPMകാരുണ്ട്, RSSകാരുണ്ട്, ലീഗുകാരുണ്ട്, INLകാരുണ്ട്, ഇവരൊക്കെ പ്രതികളാണ്. അപ്പോൾ ഇവിടെ ഒരു നിലക്കും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ലാത്ത, ഒരു നിലക്കും മാറാട് കലാപവുമായിട്ടുള്ള ഒരു ഇതിലും ബന്ധമില്ലാത്ത, എന്നാൽ കലാപം ശമിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ, അപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഒരുപാട് കക്ഷികൾ, UDF ഒക്കെ, കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ കൂടെ ജമാഅത്തെ ഇസ്ലാമി ഒന്നുണ്ടായിരുന്നു. അങ്ങനെ നിന്നൊരു കക്ഷിയെ ഇനി UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് ഭരിക്കുക എന്ന് പറയാം. അതിന് സോഷ്യൽ മീഡിയയിൽ സഖാക്കൾ ന്യായീകരിക്കുന്നത്, നിങ്ങൾ പിണറായി വിജയനെ സംഘീന്ന് വിളിക്കുന്നില്ലേ, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നൊക്കെയാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ പിന്നെ 2 കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ തുടർച്ചയോട്. ഈ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗ് പോലും ആഭ്യന്തര വകുപ്പ് ഈ അടുത്ത കാലത്തൊന്നും കൈകാര്യം ചെയ്തിട്ടില്ല. പണ്ട് പണ്ട് CH കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ ദൂരവ്യാപകമായിട്ട് സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തിന് എടുത്തിടുകയാണ്. പിന്നെ ഈ പറഞ്ഞ ഈ ചോദ്യം, അതായത് പിന്നെ ഞങ്ങളെ സംഘിയാക്കുന്നു, ഇപ്പോൾ പിണറായിയെ സംഘിയാക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ സുഡാപ്പിയാക്കും, ഇതാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതിന് കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ ആലോചിക്കണം. അതായത് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയാണോ ന്യൂനപക്ഷ വർഗീയതയാണോ പ്രശ്നം എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നാണ് അവർ പറയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ, ഇപ്പോൾ റയീസ് റഷീദിനെ തീവ്രവാദിയായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ DYFI കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ വരെ ജമാഅത്തെ ഇസ്ലാമി കയറി കൂടിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇവരൊക്കെ ഈ CPM പ്രതിനിധികളൊക്കെ ചർച്ചയിൽ വന്നിട്ട് പാടുപെടുകയാണ്. കാരണം ഇവർക്ക് വെള്ളാപ്പള്ളിയെ വർഗീയവാദി എന്ന് വിളിക്കാനും വയ്യ, വിളിക്കാതിരിക്കാനും വയ്യ, നാണം കെട്ടിരിക്കുകയാണ് ഇവരെ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ മുമ്പിൽ.
അതായത് ഒരു നിലക്കും ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലെങ്കിലും അപ്പം അതിനകത്ത് കിട്ടിയ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടെങ്കിലും ഈ നാഴികക്ക് 40 വട്ടം ജമാഅത്തെ ഇസ്ലാമി എന്ന് പിന്നെ നമ്മൾ എന്താണ് ജപമാലയിൽ എണ്ണുന്നത് പോലെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അത് നിർത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് നടന്നിട്ടില്ല. അതൊരു പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവർ ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് എന്ന തെറ്റിദ്ധാരണയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങളൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നു, ഇവിടുത്തെ ന്യൂനപക്ഷ വർഗീയതക്കെതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടും. അവിടെയാണ് നേരത്തെ ഉള്ള ചോദ്യം. അതായത് പക്ഷെ അതിന് വേറെ ടീം കൂടെ വല വിരിച്ചിരിക്കുന്നുണ്ട്. അത് വേറെ, അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്ന അവിടെയാണ്. ഇപ്പോൾ ഈ CPM തന്നെ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ട്രാറ്റജി വേറെ ആയിരുന്നു. അത് ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പണി ഇപ്പോൾ ഗാസയുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തുന്നു. അങ്ങനെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പല പരിപാടികളും നടത്തുന്നു. ഇവിടെ കോഴിക്കോടും മലപ്പുറത്തും. അതെ, മലബാറിൽ മാത്രം, അത് വേറെ കാര്യം. അപ്പോൾ വേറെ സംഭവം, ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഒരു ഘട്ടത്തിൽ ശ്രമിക്കുന്നു, അത് കിട്ടൂല എന്ന് ഉറപ്പാകുമ്പോൾ ഭൂരിപക്ഷ വോട്ടിന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഞങ്ങൾ നടത്തുന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ പല കമൻറ്റുകളും നോക്കി. അതായത് ചില കമൻറ്റുകൾ നമ്മൾ കാണുമ്പോൾ ഇത് സഖാവാണോ സംഖ്യയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പ്രൊഫൈലിൽ പോയി നോക്കും. അപ്പോൾ ഇത് സംഖ്യ ആവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് പ്രൊഫൈലിൽ പോയി നോക്കുക. നോക്കുമ്പോൾ എന്താ, സഖാവാണ്. ചെക്കുവേരൊക്കെ ഉണ്ടാവും അവിടെ. സഖാവ് വർഗീയത പറയാൻ, ഏത് പച്ചയായിട്ട് വർഗീയത പറയാൻ. ഇവിടുത്തെ മുസ്ലിം പേര്, മുസ്ലിങ്ങളുടെ എന്താണ് അധികാര പങ്കാളിത്തം, മുസ്ലിങ്ങൾ MLA ആവുന്നത്, മന്ത്രിയാവുന്നത്, മുഖ്യമന്ത്രിയാവുന്നത്, ഉപമുഖ്യമന്ത്രിയാവുന്നത്, ഇതൊക്കെ ഒരു അസ്വസ്ഥതയായിട്ട് തോന്നേണ്ടത് ഇവിടുത്തെ സംഘപരിവാരത്തിനാണ്. പക്ഷേ ഇപ്പോൾ ഇതൊരു അസ്വസ്ഥതയായിട്ട് തലയിൽ കൊണ്ട് നടക്കുന്നത് ആരാണ്? CPM. ഇവിടുത്തെ CPMകാരാണ്. ഇവരെന്താണ് ഇവരിൽ CPM നാളെ നയം മാറ്റിയാൽ ഇവരൊക്കെ നേരെ എങ്ങോട്ട് പോകും? ഇതേ സഖാക്കൾ അവരുടെ പ്രൊഫൈൽ മാറ്റും. ചെക്കുവേരുടെ പ്രൊഫൈൽ ആവില്ല, പിന്നെ അവിടെ സവർക്കറുടെ പ്രൊഫൈൽ. അത് ഇവരെ സൈഡിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ മറുനാടൻ മലയാളൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങി, മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി പദം ആവശ്യപ്പെടും. അപ്പോൾ ഇത് ടോട്ടലി ഉള്ള ഒരു നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ആഭ്യന്തരമന്ത്രി മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവുമെന്നാണ് ചിലർ പറഞ്ഞത്. ഉപമുഖ്യമന്ത്രി പദം CH നഹാസ് സാഹിബൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ സംഭവിച്ചതാണ്. ചരിത്രം അറിയാത്തല്ലേ പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ ചരിത്രത്തിലോ പാരമ്പര്യത്തിലോ വർഗീയത പറയുകയോ അതല്ലെങ്കിൽ തീവ്രവാദത്തിന് വേണ്ടി നിലകൊള്ളുകയോ ചെയ്ത ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കുന്നത് മുസ്ലിങ്ങളല്ല എന്ന് കൃത്യമായ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇവിടുത്തെ പൊതുസമൂഹമാണ്. മുസ്ലിം ലീഗിന് തീവ്രത പോരാന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോയവരാണ് ഈ INL ഒരു വിഭാഗം. അവരൊക്കെ അതേപോലെ NDF-കാരൊക്കെ ഒരു കാലത്ത് തുടക്കകാലത്ത് ഇതിനോടൊക്കെ ചേർന്ന് നിന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ഇവർക്ക് എന്താണ് ഇത് പോരാ, തീവ്രത പോരാന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോയവരാണ് അവരൊക്കെ. അതെ, അവരെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ഒരു തമാശയാണ്. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങൾ അധികാരത്തിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷത്തിനൊരു ആപത്ത് വരും എന്നൊരു പ്രതീതി സൃഷ്ടിച്ചിട്ട് ഭൂരിപക്ഷ വോട്ട് വാങ്ങാം എന്ന തെറ്റിദ്ധാരണയിലാണ് CPM ഉള്ളത്. പക്ഷേ അത് CPMന് ചിലപ്പോൾ ഒരു പക്ഷേ 3-4 സീറ്റുകൾ കിട്ടാൻ അത് ഉപകരിച്ചേക്കാം. കാരണം ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് വോട്ട് ചെയ്തേക്കാം. എന്നാൽ CPM ഒന്നാകെ അടിയോടെ ഒഴുകിപ്പോകാനുള്ള ഏറ്റവും മികച്ച ഒരു ടൂളാണിത്. അത് CPMകാർ മനസ്സിലാക്കിയാൽ നമുക്ക്. പക്ഷേ CPM ഒക്കെ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. കാരണം മതനിരപേക്ഷ കേരളം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ CPM ഉൾപ്പെടെയുള്ള എല്ലാ മതേതര കക്ഷികളും ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ CPM പറയേണ്ടത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്. പക്ഷേ കമ്മ്യൂണലിസ്റ്റ് രാഷ്ട്രീയമാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നണേ. ഇവർക്ക് ഇപ്പോൾ ഈ തുടർഭരണവും സർക്കാരിൻ്റെ നേട്ടങ്ങളും ഒന്നും പറഞ്ഞിട്ട് ഇത് എവിടെ എത്തില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കൺകെട്ട് സംഗതികളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും മാന്യമായി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. പക്ഷേ ജനങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ തീരുമാനം അതിനൊക്കെ അപ്പുറത്താണ്. ഈ അവസാന സമയത്ത് നമ്മൾ സക്കറാത്തിൽ എന്ന് പറയും. ഈ അവസാന സമയത്ത് CPMന് ചെയ്യേണ്ട അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ട പണി എന്താണ്? വികസന നേട്ടങ്ങൾ പറയലാണ്. പക്ഷേ
വികസന നേട്ടങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി നൽകേണ്ട സേവനങ്ങളെക്കുറിച്ച് പറയുന്നില്ല, അതായത് ജനകീയ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ BJP എന്താണോ ചെയ്യുന്നത് അത് അതേപടി പകർത്തുകയാണ്. കേരളത്തിൽ അത് വിലപ്പോയില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു.